കർക്കിടക ചികിത്സയെന്ന് പറഞ്ഞാ കൊണ്ടുപോയത്. എന്റെ അമ്മേ, ഇനി ശരിക്കും ചികിത്സ നടത്തേണ്ടി വരും. അതുപോലെ ശരീരം അരിച്ചു പറക്കി ഒഴിഞ്ഞു വിടുമായിരുന്നു. നിന്റെ മാത്രമല്ലടാ, നിന്റെ മരുമോന്റെ കാലും അവൻ തല്ലി ഒടിച്ചു. അത് പിന്നെ മോള് ജയിലിൽ എന്നെ കാണാൻ വന്നപ്പോ പറഞ്ഞായിരുന്നു. ഓ വാമൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഉണ്ണിക്ക്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഉണ്ണിയുടെ കാര്യം പോക്കാന്ന്. എന്തായാലും മാർക്കോ കൂട്ടിക്കൊണ്ട് പോയി. ആ നേരത്തെ അവനോട് പറഞ്ഞുകൂടായിരുന്നു ആ വാമനെ തല്ലി കൊല്ലാൻ. അവൻ ഒറ്റ ഒരുത്തം കാരണമല്ലേ നമ്മളും നമ്മുടെ കുഞ്ഞും ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. കാലണ കിട്ടുമെന്നറിയുമ്പോ ആൾക്കാരെ കൊല്ലാൻ നടക്കരുത്. അങ്ങനെ നടന്നാ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ജയിലിൽ നിന്ന് ഇടി കൊണ്ട് വാടിയാ ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ കേട് നിന്റെ ദേഹത്ത് തീർക്കാൻ നീ ആയിട്ട് അവസരം ഉണ്ടാക്കരുത്. ഒന്ന് തൊട്ട് നോക്ക്. അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നതിന്റെ ബാക്കി കൂടി കിട്ടിക്കോളും മാർക്കോടെ കയ്യിന്ന്. വേണ്ട മോനെ, വേണ്ട. ഇനി എനിക്ക് അമ്മയും മോനെ ഒട്ടും പേടിയില്ല. എത്ര പഠിച്ചാലും നന്നാവില്ലെന്ന് തീരുമാനിച്ചിരിക്കുക രണ്ടാളും. മകളെയും മരുമോനെയും പറഞ്ഞു തിരുത്തിയിട്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു പകരം അവരെയും വഴിയാധാരാക്കുന്ന പണിയാ നിങ്ങൾ രണ്ടാളും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതൊന്നും കിട്ടിയാ പോരാ. അകത്തോട്ട് പോകാൻ മോനെ. വീഴല്ലേ? അയ്യോ മോനെ, അതൊക്കെ അങ്ങോട്ടിരിക്കും, അവിടെ ഇരിക്കും. പതുക്കെ പതുക്കെ. എന്റെ ദൈവമേ, അയ്യോ എനിക്ക് വയ്യേ. എടാ പ്രതാപ, ആ മോഹിനി എന്തെങ്കിലും പറഞ്ഞാലും അവളെ പിണക്കണ്ട. കേസ് നടത്തി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം വേണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയാ. അവനെല്ലാം അമ്മ കൊടുത്തല്ലേ അമ്മേ? അവന് കിട്ടിയതൊന്നും പോരാ. അതുകൊണ്ട് തന്നെയാ അവന്റെ കാലൊടിഞ്ഞത്. അപ്പൊ അവന്റെ കാലൊടിഞ്ഞതിനകത്ത് അമ്മയ്ക്ക് സന്തോഷ? കണ്ണൻ നടക്കുമ്പോ അവൻ വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമൊന്നും ഇല്ലടാ. പിന്നെ അവൻ എന്റെ കയ്യിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങിച്ചിട്ട് നഷ്ടപരിഹാരം കൂടെ വേണമെന്ന് പറഞ്ഞത് ഓർക്കുമ്പോ ഇതൊന്നും അധികമല്ല എന്നെനിക്ക് തോന്നിപ്പോവുക. അമ്മ അത് ചെയ്തേ കരുണമോളെ കൊണ്ടുവന്ന് അമ്മയുടെ വീട്ടിൽ താമസിപ്പിച്ചാൽ മതിയായിരുന്നു. ഇന്നോ നാളെയോ അമ്മ അങ്ങ് പോകും. പിന്നെ നമ്മുടെ മോൾക്കും അവളുടെ കുഞ്ഞിനും സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണ്ടേടാ. അതുകൊണ്ടല്ലേ എല്ലാം സഹിച്ച് കെട്ടിയന്മാരുടെ കൂടെ ജീവിക്കാൻ ഈ പെൺകുട്ടികളോട് പറയുന്നേ. എന്തായാലും ശനി വേരോടെ പിഴുതിങ്ങി വന്നിരിക്കുക. നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, അമ്മ വെള്ളം ഒന്ന് ചൂടാക്ക്, എനിക്ക് ഇത്തിരി ആവി കുടിക്കണം. ഇനി മരുമോനോടൊപ്പം അമ്മായി അച്ഛനും വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുമോടാ? അയ്യോ ഒന്നും പറയാൻ പറ്റില്ല അമ്മേ. അയ്യോ അയ്യോ ഓ, നനഞ്ഞ കോഴിയെ പോലെ എത്തിയല്ലോ. എന്തിനാ വന്നത്? ഇത് എന്റെ വീടായതുകൊണ്ട്. അതുകൊണ്ട് മാത്രമാ നിങ്ങൾ ഇപ്പൊ അകത്തോട്ട് കേറ്റുന്നത്? അല്ലെങ്കിൽ എനിക്കും എന്റെ കുട്ടികൾക്ക് നാണക്കേടുണ്ടാക്കിയ എന്റെ മക്കളുടെ ഭാവി തകർത്ത നിങ്ങളോടെ ഒരു ബന്ധവും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാ. ശനിദശ സമയത്ത് ഇങ്ങനൊന്നും പറയല്ലേടി സീമന്തിനി. ഞാനിപ്പോഴേ കർക്കിടക ചികിത്സ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ഓ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും എന്താ ഇത്ര നേരമായിട്ട് വരാത്തതെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോ കർക്കിടക ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നതല്ലേ? എനിക്ക് മാത്രമല്ല, പ്രതാപനും നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ട്. വൈദ്യര് അവനും അവന്റെ കൂട്ടുകാരനുമായിരുന്നു. ആ മാർക്കോയും അപ്പൊ അവര് രണ്ടിനെ എടുത്തിട്ട് മെതിച്ചോ? എങ്കിലേ കണക്കായിപ്പോയി. ഞാനും എന്റെ മക്കളും കഥ കടച്ച് ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുക. പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ വയ്യ. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും അത്രയ്ക്ക് നാണം കെട്ടു.
നിങ്ങളുടെ പെങ്ങളും മക്കളും ഒക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനൊന്നും ഞങ്ങൾക്ക് മറുപടിയില്ല. സ്വാതിയെയും മേഘനയും വിഷം കൊടുത്ത് കൊന്നിട്ട് മരിക്കണോന്ന് പോലും ഞാൻ പല തവണ ആലോചിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങള് ഈ സമയത്ത് കുത്തിപ്പോകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലല്ലോ ഈ സീമന്തിനി. അയ്യോ അയ്യോ നിങ്ങൾ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്തതേ എന്നോട് ആലോചിച്ചിട്ടല്ല. അയ്യോ അതിനുള്ള തിരിച്ചടികൾ എന്നായാലും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വിശ്വനാഥന്റെ ആത്മാവാ പ്രതാപന്റെ ശരീരത്തിൽ കയറിയിട്ട് സത്യങ്ങളൊക്കെ പറയിപ്പിച്ചത്. അവൻ മരിച്ചിട്ടും ഇങ്ങനെ കറങ്ങി നടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോടി സീമന്തിനി? എന്തിനാ ആ പാവത്തിനെ കൊന്നത്? നിങ്ങൾ കമ്പനിയിൽ അഴിമതി കാണിച്ചിട്ടല്ലേ അങ്ങനെ നിങ്ങളെ പിരിച്ചുവിടാൻ പോയത്? നിങ്ങളുടെ ജോലി പോയാലും ശരി, ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടായിരുന്നോ വിശ്വനാഥൻ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവാണെന്ന്? അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ പ്രതികാരം ചെയ്യാതെ മാറിപ്പോയിരുന്നെങ്കിൽ പിന്നീട് വിശ്വനാഥന്റെ സഹായമെങ്കിലും കിട്ടിയേനെ, അല്ലെങ്കിൽ ദുർഗയെങ്കിലും നമ്മളെ സഹായിച്ചേനെ. ഇതിപ്പോ എല്ലാവരും കൈ മലർത്തി കാണിച്ചു കഴിഞ്ഞു. ദേ, ഇനി മാസാമാസം കിട്ടുന്ന ശമ്പളം പോലും നിങ്ങൾക്കും മേഘനും കിട്ടത്തില്ല. സ്വാതിയുടെ കല്യാണവും കണ്ണൻ നടത്തില്ല. നീ പോയി അവന്റെ ഭാര്യയുടെയും കാല് പിടിക്കും സീമന്തിനി. അതിലും നല്ലതേ എന്റെ കഴുത്തങ്ങ് വെട്ടിക്കളയുന്നതാ. അങ്ങോട്ടൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല. ഈ സംഭവത്തോടെ ദുർഗയുടെ സ്വഭാവം മാറി. അവളിപ്പോ കണ്ണന്റെ ലക്ഷ്മിയുടെ സൈഡാ. കരുണയെ ഉണ്ണി തിരികെ വിളിച്ചോണ്ട് വന്നത് കാരണേ അവനോട് പോലും ദുർഗയ്ക്ക് ഇപ്പൊ സ്നേഹമില്ല. എനിക്കിനി അവളെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ലല്ലോ. അങ്ങോട്ട് കയറി ചെല്ല്. അവള് കാണാൻ വേണ്ടി കാത്തിരിക്കുക, തല വഴിയെ തിളച്ച വെള്ളം ഒഴിക്കാൻ. അയ്യോ അയ്യോ ഇനിയിപ്പൊ കേസ് നടത്തണം. ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിലേ അതൊക്കെ എടുത്തങ്ങ് കേസ് നടത്ത്. ഞാൻ എന്റെ പൊന്നിന്റെ ഒരംശം പോലും തരത്തില്ല വിറ്റ് കേസ് നടത്താനായിട്ട്. ചെയ്ത പാപത്തിന്റെ ഫലമൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. വിശ്വനാഥൻ മരിച്ചിട്ടും തന്റെ പ്രതികാരം തീർന്നോ? പാവപ്പെട്ടൊരു പയ്യൻ അരയ്ക്ക് താഴെ തളർന്നു കിടന്നപ്പോഴും അവന് മരുന്ന് മാറ്റി കൊടുത്തില്ലേ? പെങ്ങളെ ഉപദേശിച്ച് അവളെ കൊണ്ടത് ചെയ്യിച്ചില്ലേ? ഈ പാപമൊക്കെ എങ്ങനെ കഴുകിക്കളയാൻ പറ്റൂടോ? എന്നാലേ ഞാൻ എന്റെ മോനെ ഒന്ന് കാണട്ടെ. എന്തിനാ കാണുന്നേ? അന്ന് കണ്ടതുപോലെ തന്നെ ഉണ്ട്. പിന്നെ തോമസ് വൈദ്യരെ അടുത്തോട്ട് കൊണ്ടുപോകാനൊന്നും ഇതുവരെ പറ്റിയില്ല. അതിനും വേണ്ടേ കാശ്. അയ്യോ എടാ മോനെ, മക്കളെ, എല്ലാം പോയടാ. എല്ലാം പോയി. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഓരോന്ന് ചെയ്തത്. അതെല്ലാം ഇപ്പൊ മൊത്തത്തിൽ പാരയായി മാറി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടി നടന്നായിരുന്നു കേട്ടോ. അവൻ നടന്നു തുടങ്ങിയടാ മേഘ, ആ കണ്ണൻ. നീ അറിഞ്ഞോടാ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. യവൻ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന എനിക്ക് തോന്നുന്നു. അന്ന് കണ്ണനോടൊപ്പം യവൻ പോയപ്പോഴാണല്ലോ യവൻ ഈ അപകടം സംഭവിച്ചത്. അന്നേ അവൻ നടന്നു തുടങ്ങിയടാ മോനെ. നടന്നു തുടങ്ങിയെന്നാ യവൻ പറയുന്നേ. കണ്ണൻ നടക്കാത്തതും നടന്നതും ഒന്നും ഇനി നമ്മുടെ വിഷയമല്ല. അവന്റെ സഹായം എന്തെങ്കിലും ഇനി കിട്ടുമെന്നാ അറിയേണ്ടത്. അത് കിട്ടില്ലാന്ന് ഏതാണ്ട് ഉറപ്പാ. എന്നാലും
അതിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്നാ ഞാൻ ചിന്തിക്കുന്നത്. എന്നാ മാത്രമേ യവന് നല്ല ചികിത്സ പോലും നടക്കൂ. എന്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ടും എനിക്ക് ഒരു സമാധാനവും ഇല്ല. അവളിപ്പോ രാവിലെ ഇവിടുന്ന് പോവും, വൈകുന്നേരോ വരുന്നത്. അവക്കെന്ത് പറ്റി? അവക്ക് അത്യാവശ്യം ഡാൻസ് ഒക്കെ അറിയാലോ. ഒരു ഡാൻസ് സ്കൂളിൽ പോവാ പിള്ളേരെ പഠിപ്പിക്കാൻ. എന്തെങ്കിലും വരുമാനം വേണ്ടേ? അന്യന്റെ പാത്രം കഴുകാൻ പോവാൻ പറ്റില്ലല്ലോ അവക്ക്. ഇനിയിപ്പോ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകാന്ന് വിചാരിക്കുക. അതിന് നിനക്ക് ജോലിയൊന്നും അറിയത്തില്ലല്ലോ. അറിയാം, അടുക്കള പണി. അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി നിൽക്കാം, സെയിൽസ് ഗേളായിട്ട്. എന്നാലും എന്റെ മോളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എന്തുമാത്രം പൈസ ചെലവാക്കണം. അച്ഛനോടും മോനോടും ഞാൻ മുന്നിലും പിന്നിലും നിന്ന് പറഞ്ഞതാ ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. ജോലി ചെയ്യാതിരുന്നിട്ട് പൈസ തന്ന ഒരുത്തനാ കണ്ണൻ. എന്നിട്ടും അവന്റെ നന്മ മനസ്സിലാക്കിയില്ല. എല്ലാം തൊലച്ചു കളഞ്ഞു അച്ഛനും മോനും കൂടി. ഈ സംസാരിക്കാത്ത മോനോട് സംസാരിക്കുന്ന അച്ഛൻ എന്താന്ന് വെച്ചാ പറ. അച്ഛനും മോനും നമ്മൾ ആണുങ്ങൾ നിലംപരിച്ചായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാ മോനെ. പിന്നെ അവര് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും കഴിയുമായിരുന്നെങ്കിലേ നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാമായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. കേസ് നടക്കുമ്പോ കണ്ണനും അനന്തും ഒക്കെ കേസ് പഠിച്ചിട്ടാ വരുന്നത്. പിന്നെ അവരുടെ ഭാഗത്ത് തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെറുതെ വക്കീലിന് പൈസ കൊടുക്കാമെന്ന് മാത്രം. അതും അവന്മാരൊക്കെ ചോദിക്കുന്നതേ വലിയ വലിയ സംഖ്യകളാ. പ്രതാപനാണെങ്കിൽ അതൊക്കെ കൊടുക്കാനുണ്ട്. അതുപോലല്ലോ നമ്മുടെ കാര്യം. ഇനി കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്, പിന്നെ ഈ വീടും പറമ്പോ ഉള്ളത്. ഇതെല്ലാം വിറ്റ് കേസ് നടത്തിയാലേ സ്വാതിയുടെ കാര്യം എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങ് ചത്താലോ എന്ന് പോലും ചില നേരം ചിന്തിക്കുക. അല്ലാതെ ഒരു രക്ഷയില്ലടാ മോനെ. ഓരോന്നും സംഭവിക്കുമ്പോഴെല്ലാം ഒന്നും വേണ്ട എന്ന് തോന്നുക. അന്നത്തെ ആക്സിഡന്റിനുണ്ടല്ലോ, കണ്ണനും കൂടി അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് ലക്ഷ്മി വരുത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കൺട്രോൾ നമ്മുടെ കൈ വന്നേനെ. എന്നാ അവൻ തളർന്നു കിടന്ന സമയത്ത് അവന് മരുന്ന് മാറ്റി കൊടുത്തപ്പോ കുറച്ചുകൂടെ ഡോസുള്ള മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അവൻ അവിടെ കിടന്ന് തീർന്നേനെ. അതും ചെയ്യാൻ തോന്നിയില്ല. ആ സമയത്ത് അവനോട് ചെറിയ സിമ്പതി തോന്നിപ്പോയി. എന്തായാലും അരയ്ക്ക് താഴോട്ട് തളർന്നതല്ലേ, അവൻ ഇനി ശല്യക്കാരനാവില്ല എന്ന് കരുതിയിട്ടാ ഇനി അവനെ കൊല്ലണ്ടാന്ന് തീരുമാനിച്ചത്. പക്ഷെ അതുകൊണ്ടിപ്പോ എന്താ, അവനും അവന്റെ ഭാര്യയും കൂടെ നമ്മളെ കൊല്ലാതെ കൊല്ലുവാ. ഭാര്യയില് തല്ലി ഓടിച്ചടാ ആ മാർക്കോയും അവന്റെ കൂട്ടുകാരനും കൂടെ. അയ്യോ, മാർക്കോ കൈവച്ചതേ ആ പ്രതാപനെയാ. എന്നെ പഞ്ഞിക്കിട്ടത് അവന്റെ കൂട്ടുകാരനും. അയ്യോ, പുറത്തോട്ട് ഇറങ്ങിയ അവന്മാര് കൂട്ടിക്കൊണ്ടുപോയി വീണ്ടും ചികിത്സ തുടങ്ങും. അയ്യോ, അതിലും നല്ലത് ജയില് തന്നെ. ഇനിയിപ്പോ നിന്റെ അമ്മ ഇടഞ്ഞു നിൽക്കുന്നോണ്ട് ഇവിടുന്ന് സമയാസമയത്ത് ഭക്ഷണം പോലും കിട്ടത്തില്ല. ഇപ്പോഴാണെങ്കിലേ കുരുമുളകിട്ട് നല്ല നാടൻ മുട്ട വാട്ടി കുടിക്കുന്ന സമയവാ. അയ്യോ, അത്രയ്ക്ക് കലങ്ങി ശരീരം മുഴുവൻ. അറിഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ,
നാഗങ്ങൾ പത്തി വിടർത്തി വന്നാലും നാഗദംശനമുണ്ടായാലും മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. വിഷത്തെ പോലും അതിജീവിക്കാൻ ശക്തിയുള്ള കുഞ്ഞാ. പക്ഷെ എന്റെ പേടി അതിന്റെ വളർച്ചയെ ഓർത്തിട്ടല്ല, അത് വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ ഓർത്തിട്ടാ. അങ്ങനെ ആ കുഞ്ഞ് പ്രായപൂർത്തിയായി കല്യാണപ്രായമൊക്കെ എത്തുമ്പോ വിവാഹം നടത്താൻ കുറച്ച് വിഷമിക്കേണ്ടി വരും. അതിനെ വിവാഹം കഴിക്കുന്നത് അതുപോലെ ദൈവികത്വമുള്ള ആളല്ലെങ്കിൽ ഒരു കാരണവശാലും ആ കുഞ്ഞിന്റെ ദാമ്പത്യം നന്നായി പോവില്ല. മഹാലക്ഷ്മിയുടെ കുഞ്ഞിന്റെ ജനന സമയം അറിയാവുന്നതുകൊണ്ട് ആ കുഞ്ഞിന്റെ ജാതകം ഞാൻ ഗണിച്ചു കഴിഞ്ഞു. കുഞ്ഞിന്റേത് വ്യാഴലഗ്നമാ എന്നു മാത്രമല്ല, ആ വ്യാഴം കുഞ്ഞിന്റെ അമ്മയെ പോലെ തന്നെ ഉച്ചസ്ഥായിലെ നിൽക്കുന്നേ, കർക്കിടകത്തിൽ. അവിടെ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് നോക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയുള്ള ജാതകങ്ങൾ സാധാരണ ഉത്തമ പുരുഷന്മാർക്കും പതിവ്രതകളായ സ്ത്രീകൾക്കും മാത്രമേ കിട്ടാറുള്ളൂ. എന്നുവെച്ചാൽ 1% പോലും തെറ്റു ചെയ്യാത്ത പെൺകുട്ടിയായിരിക്കും ഇപ്പൊ ജനിച്ചിരിക്കുന്ന മോള്. അച്ഛനെയും അമ്മയെക്കാളും 1000 മടങ്ങ് 10,000 മടങ്ങ് മുകളിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കും. അപ്പോ ആ മോളെ അമ്മയെ തൊഴാറുള്ളതുപോലെ തൊഴാം അല്ലേ? അതെ, അതിന് പ്രായമൊന്നും നോക്കണ്ട. ഇനിയിപ്പൊ കണ്ണനും മഹാലക്ഷ്മിക്കും ഒന്നും അല്ല പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരുന്നത്, ആ കുഞ്ഞിനാ. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് തൊട്ടു നോവിക്കാൻ പോലും ആർക്കും പറ്റില്ല. അതിന്റെ ശരീരം നൊന്തു കഴിഞ്ഞാലേ അത് ദേവിക്ക് പൊള്ളലേൽക്കും പോലെയാ. എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ അതിന്റെ കാര്യം വലിയ കഷ്ടത്തിലായി പോയനെ. അതുകൊണ്ട് തന്നെയാ ദൈവം അറിഞ്ഞ് അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുത്തത്. മഹാലക്ഷ്മിയുടെ അമ്മ 2 കല്യാണം കഴിച്ചെങ്കിലും അവരും സ്വഭാവദൂഷ്യമുള്ളൊരു സ്ത്രീയല്ല. ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുകയും ചെയ്യുന്ന അമ്മയാ. അതിന്റെ എല്ലാ ഗുണങ്ങളും അവരുടെ മകൾക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാ കണ്ണന്റെ അച്ഛനും അമ്മയും. അവരും സത്യസന്ധരായിരുന്നു. മക്കൾ വഴിതെറ്റുന്നതും നല്ല സന്താനങ്ങൾ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതും ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ സ്വഭാവത്തിലുള്ള വൈകൃതം കൊണ്ട് തന്നെയാ മോനെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വയറ്റിൽ പേറുന്ന അമ്മമാര് ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവരുടെ മക്കൾക്ക് തന്നെയായിരിക്കും. കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട, ചെറിയ ഫംഗ്ഷൻ അല്ലേ. എങ്കിലും ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ. കുഞ്ഞ് ജനിക്കുന്നതും കുഞ്ഞിന്റെ നൂലുകെട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ. അതിനൊന്നുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. അന്ന് ഞങ്ങൾ കരുതി വെച്ച ആ ആഘോഷങ്ങളൊക്കെ ഇനിയിപ്പോ നിന്റെ മകളിലൂടെ ഞങ്ങൾ സാധിച്ചെടുക്കട്ടെ. നൂലുകെട്ടെന്നൊക്കെ കേൾക്കുമ്പോ ഒരു പേടിയാ. അതിനെന്തിനാടി പേടിക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോവില്ലേ? കുഞ്ഞിനെ കൊണ്ട് പോകുന്നു ഞങ്ങൾ പറഞ്ഞു. പോയില്ലെങ്കിലും അധിക ദിവസമൊന്നും മോളെ ഇവിടെ കാണില്ലല്ലോ കണ്ണേട്ടാ. ലേഖ, ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞിനെ നോക്കുന്നതെല്ലാം ലേഖ തന്നെയാ. ഞങ്ങളിൽ ആരാ ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയെന്ന് എനിക്ക് തന്നെ സംശയം. നിങ്ങൾ 2 ആളും അമ്മയല്ലേ? ഒരാള് പെറ്റമ്മയാണെങ്കിൽ മറ്റേയാള് പോറ്റമ്മയാവാൻ തയ്യാറായി നിൽക്കുക. ഇനിയിപ്പോ 2 ആളും തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തിരിച്ചു പോകണം കണ്ണേട്ടാ. അങ്ങനെ പോകുമ്പോ കൂടെ നിങ്ങളും വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. കുറെ സമ്പാദിച്ചല്ലോ 2 പേരും കൂടെ. ഇനിയിപ്പോ എല്ലാം അവസാനിപ്പിച്ചിട്ട് 2 ആൾക്കും ഇവിടെ നിന്നൂടെ? എടാ, എന്റെ ബിസിനസ്സിൽ നീയും പങ്കാളിയായിക്കോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങ്. സഹായത്തിന് ഞങ്ങളും ഉണ്ടല്ലോ. ഇനിയിപ്പോ ബിസിനസ് ചെയ്യാനൊന്നും താല്പര്യമില്ലടാ. സത്യം പറഞ്ഞ
മോളെയും കൊണ്ട് നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ ഇവളെ എനിക്ക് ഒരുപാട് സമാധാനിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എനിക്കും സ്വയം സമാധാനം കണ്ടെത്തേണ്ടി വരും. ആ നാളെ അമ്മ വരൂ കണ്ണേട്ടാ. എന്തോ അറിയില്ല, കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദേ കണ്ണേട്ടാ, ഇവിടെ വരാൻ പാടില്ലാത്തവരെയൊന്നും കൂട്ടിക്കൊണ്ടു വരുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നാളെ സന്തോഷത്തോടെ കടന്നു പോകേണ്ട ഒരു ചടങ്ങ് ഇത്. അത് വെറുതെ അലങ്കോലമായി കാണുന്ന മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നവരെ കൂടെ കൂട്ടാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും ഇപ്പോഴത്തെ അമ്മയുടെ മനസ്സ് വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ടെന്ന് പറയാൻ പറ്റില്ലടി. ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാ. എന്നുവെച്ചാ അസുരന്മാര് പലരും പുറത്താണല്ലോ. അവരിനി എന്തേലും പ്ലാൻ ചെയ്യുവോ?